നമ്മുടെ വീടോ നമ്മുടെ പേരൻസോ ഒന്നും നമ്മളെടുക്കുന്നതല്ല. ഹൈഡഗർ എന്ന ഒരു ചിന്തകൻ പറയാറുണ്ട്, വികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുക, വിവേകത്തിന് ഊന്നൽ കൊടുക്കാറില്ല. ഈസ്റ്റർ ആണല്ലോ വരാൻ പോകുന്നത് വെച്ചാൽ എന്താണ് ഈസ്റ്ററിൻ്റെ ഒരു സന്ദേശം? എനിക്ക് പട്ടിലെ പെരുമയുള്ള പേര് പോത്തീസ് ആലയം ഓഫ് ടെക്സ്റ്റൈൽസ്. നമസ്കാരം. ചില ഇൻ്റർവ്യൂകൾക്ക് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം തീരെയില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ജോസഫ് പുത്തമ്പുരയ്ക്കൽ, അല്ലെങ്കിൽ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് കേരളത്തിലെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ അച്ഛനാണ്. അച്ഛനെപ്പറ്റി എനിക്ക് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അച്ഛനെപ്പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛനെ ഞാൻ നേരിട്ട് ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം അച്ഛാ. നമസ്കാരം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അച്ഛൻ കുടുംബങ്ങളെ പറ്റിയും കുടുംബങ്ങളുടെ ബന്ധങ്ങളെ പറ്റിയുമാണല്ലോ കൂടുതൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. അച്ഛൻ്റെ ചെറുപ്പത്തിലെ കുടുംബം എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം? ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനടുത്ത് വലിയ വാളം, ഒരു കാർഷിക മേഖല. അപ്പനമ്മ, ഞാൻ ജ്യേഷ്ഠൻ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഒരു സഹോദരൻ, 2 സഹോദരിമാർ മരിച്ചു പോയതാണ്. എൻ്റെ ഓർമ്മയും ഞങ്ങൾ രണ്ടും ഉള്ളൂ. ഒരു കാർഷിക മേഖല, ഒരു ക്രിസ്തീയ കുടുംബം, ഒരു ഗ്രാമത്തിൻ്റെ ഒരു നൈർമല്യം, അങ്ങനെ നല്ല ഐക്യവും സ്നേഹമുള്ള കുടുംബം ഞങ്ങളുടെ. അതുപോലെ അയൽപക്കത്ത് അന്നത്തിനൊന്നും ഒരു പ്രതിസന്ധികളോ ടെൻഷനൊന്നും ഇല്ലല്ലോ മനുഷ്യനെ. ഫ്രീ ആണ്, ഒത്തിരി ഭാരങ്ങളില്ല, മിനിമം കൊണ്ട് സന്തോഷം. ഇപ്പം മിനിമത്തിൽ സന്തോഷിച്ചു പോകുന്ന ഒരു കുടുംബ അന്തരീക്ഷം അതായിരുന്നു ഞങ്ങളുടെയൊക്കെ കുടുംബം. അപ്പം അങ്ങനെ ഒരു കുടുംബം കണ്ടാണ് നമ്മൾ വളർന്നു വരിക കുട്ടിക്കാലം മുതൽ. അതെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും അന്നത്തെ കാലത്തുണ്ടായിരുന്ന കുടുംബങ്ങൾക്ക് വളരെയധികം ബന്ധങ്ങൾക്ക് ആഴമുണ്ടായിരുന്നു. അല്ലെങ്കിൽ മദ്യപിച്ച് വരുന്ന ഗൃഹനാഥനാണെങ്കിൽ പോലും അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഭാര്യയും ഒക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു ഭയങ്കര ഇഴയടപ്പുള്ള ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് ഒന്നാമതിപ്പം കുടുംബങ്ങൾ ചെറുതാണ്, വലിയ അംഗസംഖ്യയില്ല, പിന്നെ വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒട്ടുമില്ല. താൻ പിടിച്ചത് ജയിക്കണം, പഠനമുണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഇപ്പം 2 കൂട്ടരും അയാൻ ഭർത്താവോ തോൽക്കാൻ ഭാര്യയോ തയ്യാറ്. അപ്പം അതുകൊണ്ടാണ് ഡൈവോഴ്സ് കേസുകളും പിരിമുറുക്കങ്ങളും ഒത്തിരി കുടുംബങ്ങളുടെ ബന്ധങ്ങൾ തളരുന്നതും അങ്ങനെയാണ്. അപ്പം ആ ഒരു പണ്ടതല്ലായിരുന്നു. അപ്പം അത് ആ ഒരു രീതി വന്നതോടുകൂടി കുടുംബ ബന്ധങ്ങളുടെ ഒരു അപജയം സംഭവിക്കുന്നുണ്ട്. പി.ജെ. ജോസഫ് എന്ന രാഷ്ട്രീയ തീപ്പൊരി പ്രസംഗകനിൽ നിന്നും കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രസികനായിട്ടുള്ള ഒരു അച്ഛനായിട്ടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? അത് നമ്മളെ ഒരു ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. കാരണം ഈ നിരന്തരമായ പ്രസംഗം വരുമ്പോൾ ഒറ്റയ്ക്കൊരു പ്രസംഗം പറയുന്ന പോലെ തീപ്പൊരി പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഉറങ്ങുന്ന സമയം വഴിയെല്ലാം ഇപ്പം പ്രോഗ്രാമാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് നമ്മളൊരു സംഭാഷണ ശൈലിയിൽ പ്രസംഗത്തെ നമ്മൾ തിരിച്ചുവിട്ടു. അതുകൊണ്ടായിട്ട് സ്ട്രെയിനൊക്കെ ഒന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഇന്ന് അറിയപ്പെടുന്ന പല ധ്യാനഗുരുക്കന്മാരുടെയും പ്രശ്നം സ്വരമില്ല, അടഞ്ഞു പോകുന്നു, എല്ലാം പറ്റുന്നില്ല. ഞാനിപ്പം 12 ധ്യാനങ്ങൾ തുടർച്ചയായിട്ട് നടത്തിയായിരിക്കും. ഇപ്പോൾ 7 തുടങ്ങിയതാണ്. അപ്പം അതങ്ങ് കാസർഗോഡ് പുളിങ്ങോം മുതൽ അവസാനം എരുമേലി വരെ അങ്ങനെ ധ്യാനങ്ങൾ. എന്നാലും ഈ സ്വരം തന്നെ ഇതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റും. അത് ഈ രീതിയിലേ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ. പിന്നെ കുടുംബങ്ങളിലേക്ക് വരാനുള്ള കാരണം എപ്പോഴും കുടുംബത്തിൻ്റെ കേസുകളാണ് അച്ഛന്മാരെ തേടി വരുന്നത്. ഒരു ചെറിയ രഹസ്യമായിട്ട് തീർക്കേണ്ട കേസാണെങ്കിലും ഇവൻ കുടുംബ കോടതി പോയാൽ പോലും പിന്നെ പശ്ചാത്തലം തോന്നി തിരിച്ചു പോന്നേക്കാം എന്ന് തോന്നുമ്പോഴും വൈദികരെ തേടി വരും. അപ്പം അങ്ങനെ വന്നപ്പം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗങ്ങൾക്ക് ആവശ്യമാണ്. മറ്റും ഭക്തി പ്രസംഗങ്ങൾ ഒരുപാടുണ്ട് നമുക്ക്. ഇതിന് അധികം പേരില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് വന്നതാണ്. പിന്നെ അതിന് ചേർന്ന വായനയും പിന്നെ കൗൺസിലിംഗ് കേട്ടുന്ന സംഭവങ്ങളും പിന്നെ ശരി ഏതെങ്കിലും കേൾക്കുന്ന തമാശയും ഒക്കെ കൂടി ആണ് ഈ രീതിയിൽ ഇപ്പം
ഈ രീതിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഈയിടെ ഞാനേ ഒരുപാട് കേട്ടിട്ട് ഒരുപാട് ചിരിച്ചു പോയൊരു സംഭവം എന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെ പറ്റി അച്ഛൻ സംസാരിച്ചു. അതിലേ ചാള കുറച്ചു നാൾ തിന്ന് കഴിയുമ്പോൾ നമ്മുടെ വിയർപ്പിൽ ചാളയുടെ ഗന്ധം വരുന്നത് പോലെ പ്രാർത്ഥനയുടെ ഒരു ഗന്ധം മറ്റുള്ളവരിലേക്ക് വരും എന്നുള്ളത് അത് എങ്ങനെയാ അച്ഛൻ്റെ ഒരു? സപ്പോസ് നമ്മളിപ്പം മീൻ ചാള മത്തി എന്നൊക്കെ പറയുന്ന സാധനം അത് നമ്മൾ കുറച്ച് കൂട്ടി കഴിയുമ്പം നിരന്തരമായാൽ മീൻ കച്ചവടക്കാർക്ക് ഒരു മണമുണ്ട്. ഒരു മീൻ കൂട്ടുന്നവർക്കും വേർപ്പുമ്പോൾ ഒരു മണമുണ്ട്, മീൻ മണമുണ്ട്, സ്ഥിരമാണ്. പിന്നെ നമ്മൾ സോപ്പ് നാരകത്തിൽ എല്ലാം ഇട്ട് തുടച്ചാണ് ആ മണമൊന്ന് മാറ്റി നിർത്തുന്നത്. ആകർഷകമായൊരു മണമല്ലല്ലോ ഇത്. പക്ഷേ പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുമ്പം ഒരു പ്രാർത്ഥനാ ഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനത്തിൽ ഒരു ശാന്തത, ഒരാളെ കേൾക്കാനുള്ള മനസ്സ്, ക്ഷിപ്രകോപവും അടങ്ങുന്നു, ഒരു നയത്തോടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ഗന്ധം. അപ്പോൾ ആ സ്വഭാവത്തിൽ വരുന്നൊരു മാറ്റം, മുഖത്തൊരു പ്രകാശം കാണും, മൊത്തം ഒരു വരണ്ട ഇടിമിച്ച വരുന്ന ഒരു വ്യതിയാനം വരും. ഇപ്പോൾ ഒരാൾക്ക് പറയാൻ പറ്റും ഇത് മീൻ മണക്കെന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥന മണക്കുന്ന മനുഷ്യൻ. അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്, 2ാം ക്രിസ്തു എന്ന് പറയും. അദ്ദേഹത്തിൽ പറയുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നില്ല, അദ്ദേഹം പ്രാർത്ഥന തന്നെ ആയിരുന്നു. മദർ തെരേസ പ്രാർത്ഥന തന്നെ ആയിരുന്നു. നമുക്കറിയാം അവർ സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും എങ്ങനെ ഈ രീതിയിലേ വരുള്ളൂ. ഒരു പ്രാർത്ഥനാ ഗന്ധമുള്ള മനുഷ്യരായിട്ട് മാറുമെന്നുള്ളതാണ്. അച്ഛനെ കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ആനന്ദം തോന്നുന്ന ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോ കുറേ നാൾ മുമ്പേ യൂട്യൂബ് വീഡിയോകൾ കാണാറുണ്ട്. ചിരിക്കുന്ന മുഖവും ചിരിപ്പിക്കുന്ന മുഖവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് ഒരു 10 രൂപ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയധികം ആനന്ദം അച്ഛൻ എവിടെ നിന്നാ? ഒന്നാമത് മനസ്സ് ഫ്രീ ആണ്. പിന്നെ ഒരു അലട്ടുന്ന അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ ഫ്രീ ആണ് മൂവ്മെന്റില്. ഇപ്പം ആരോഗ്യത്തെക്കുറിച്ച് രാവിലത ഒട്ടും വേണ്ട. സാധാരണയുള്ള കൊച്ചു കാര്യങ്ങൾ എല്ലാവർക്കും വരും, അങ്ങനെയല്ല. അതിനപ്പുറത്തേക്ക് ഒരു തടസ്സം നിൽക്കുന്ന ആരോഗ്യ പ്രശ്നമില്ല. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ ഹാപ്പിയാണ്. രണ്ടാമത് നമുക്കങ്ങനെ സന്യാസ വൈദികനാണല്ലോ, ഒരു കമ്മിറ്റ്മെന്റ് ആരോടും ഇല്ല. ഒരു ഉപതര വൈദികനാണെങ്കിൽ ഒത്തിരി കാര്യം ശ്രദ്ധിക്കണം. ഇടവക പ്രസ്ഥാനം സ്കൂൾ ഇതൊന്നും നോക്കണ്ടല്ലോ. ഇത് നമ്മൾ പോവുക, പ്രസംഗിച്ചിട്ട് തിരിച്ചു പോരുക. ഇപ്പം എല്ലാവരും ജാതിമത ഭേദമന്യേ വിളിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഒരുങ്ങും, വായിക്കും. ഇപ്പം നല്ല നല്ല വായന വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൽപ്പം കൂടി അങ്ങ് ഫ്രീ ആവും, നല്ല വായന കിട്ടുമ്പം. പിന്നെ അത് പറയാൻ എപ്പോഴും ഒരു വേദിയുണ്ട്. നമുക്ക് ടൈം ഉണ്ടായാൽ മതി, വേദിയുണ്ട്. അത് സോഷ്യൽ മീഡിയ ഉണ്ട്. പുസ്തകം എഴുതാൻ വേണ്ടി വലിയ പ്രസാദം ചോദിക്കും, തരാവോ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊരു ചിന്തയും വരും. അതിനുവേണ്ടി നമ്മൾ വായിച്ചും കൂട്ടും. അങ്ങനെ വരുന്ന രീതി കൊണ്ടാണ്. പിന്നെ യാതൊരു ഉത്തരപാടോ ഒന്നും നമുക്കില്ല. ഓരോ ദിവസവും അതിൻ്റെ ചെയ്ത് അങ്ങ് പോകുന്നുള്ളൂ. കാരണം ഈ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പറയുന്നുണ്ട്, അന്നൊന്നും വേണ്ടുന്ന ആഹാരം എന്നുവെച്ചാൽ ഓരോ ദിവസത്തിൻ്റെ മതി. ഞാനിപ്പോൾ ഇന്ന് വെള്ളം കുടിക്കുന്നത് നാളെ ദാഹിക്കാതിരിക്കാനല്ല, ഇന്നത്തെ. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നാളെ വിശകാതിരിക്കാനല്ല, ഇന്നത്തെ ഭക്ഷണം. ഈ ഫ്രിഡ്ജൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഈ സൂക്ഷിച്ചു നോക്കുന്നത്. പിള്ളേരാണേലും അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഒന്നും പ്രാർത്ഥിക്കില്ല. ഫ്രിഡ്ജ് നോക്കി പറയും അന്നൊന്ന് വേവിക്കുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമെന്ന് പറയാൻ തുടങ്ങി. കാരണം ഇങ്ങനെ വെച്ചുള്ള രീതിയായി. ഈ ഭക്ഷണം പോലെ നമ്മുടെ കാര്യമേ ഒരുപാട് കാര്യം ഇങ്ങനെ വെച്ച് കൊണ്ടുപോയാൽ നിറഞ്ഞ ഫ്രിഡ്ജ് പോലെ നമുക്കൊന്നുമില്ല. ഓരോ ദിവസം അതങ്ങ് തീർത്ത് ഫ്രിഡ്ജ് ഫ്രീ ആയാൽ നമ്മുടെ മനസ്സും ഫ്രീ ആവും. ഈ സ്ത്രീകളുടെ വിധേയത്വത്തെ പറ്റി ഫാദർ സംസാരിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് പൊതുവെ അവർക്ക് സമ്പാദ്യശീലം വന്നതോട് കൂടിയിട്ട് അത് വളരെ കുറയുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന തോന്നലാണോ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു വിള്ളൽ? പല കാരണങ്ങളിൽ ഒരു കാരണമുണ്ട്. പല കാരണങ്ങളിൽ ഭർത്താക്കന്മാരുടെ പ്രത്യേകതയും പെരുമാറ്റവും സ്വഭാവദൂഷ്യവും മദ്യപാനവും ദൂർത്തും ഒക്കെ പ്രശ്നമാണ്. സ്ത്രീകളുടെ വിധേയത്വക്കുറവും പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ്. കാരണം പണ്ട് മക്കളും കുടുംബവും നിലനിൽക്കാൻ വേണ്ടി നല്ല അമ്മമാർ ചുമ്മാ കണ്ണടയ്ക്കുമായിരുന്നു. അതെങ്ങനെയാലും കുടുംബവും കുഞ്ഞുങ്ങൾ നശിക്കരുത്. ഇന്ന് കുഞ്ഞുങ്ങൾ നശിച്ചാലും വേണ്ടിയല്ല എൻ്റെ ഈഗോ, അതാണ് ഇതൊരു വലിയ പ്രശ്നം. അതൊരു അപകടമായിട്ടുണ്ട്. പല കുടുംബ കേസും പങ്കെടുക്കുമ്പം പ്രശ്നമൊക്കെ കഴിയുന്നതിന് ഒത്തിരി ഉണ്ട്. പണ്ടും ഇതുപോലെ ഉണ്ടെങ്കിലും
എന്നാലും ഞാൻ ഇത്രയായി 2 കുഞ്ഞുങ്ങളും ആയല്ലോ, സാരമില്ല, ഇനി അവരുടെ ലോകത്തിന് വേണ്ടി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ളവരുടെ എണ്ണം കുറയാൻ തുടങ്ങി. അവര് പറയുന്നത് ഞങ്ങൾ തുല്യരല്ലേ, 2 മക്കളുണ്ടോ, ആ മക്കൾ പറയും പെണ്ണ് കിട്ടി അവരുടെ പഠിക്കുമ്പോൾ പിന്നെ ഞാനല്ലേ. അപ്പം അങ്ങനെ വേറൊരു ചിന്ത വരാൻ തുടങ്ങി. ആ ചിന്ത ഒരുപക്ഷെ സമകാലീന സമൂഹത്തിൻ്റെ ഒരു രീതിയായിരിക്കാം. അങ്ങനെയുള്ള ചിന്തകൾ അത് പല സ്ത്രീകളുടെയും കടന്നു വരുമ്പം പെട്ടെന്ന് പിരിഞ്ഞേക്കാം, കേസായി. പിന്നെ പണ്ട് ആങ്ങളമാരും കുടുംബാംഗങ്ങളൊക്കെ പറയുമായിരുന്നു, കെട്ടിച്ചു വിട്ടു, ഇനി ആ വീട്ടിലാണ്, ഇനി ഉണ്ടാക്കരുത്. ഇന്നിപ്പോൾ ഒരു ശമ്പളമുള്ള പെങ്ങളാണെങ്കിൽ നീ പോരടി എന്ന് പറയുന്ന ആങ്ങളമാരുണ്ട്. കാരണം അവരുടെ ശമ്പളം കൊണ്ട് ഇവനെ മാനേജ് ചെയ്യാം. ഈ പൊട്ടിപ്പെണ്ണ് പോരും ഇവൻ പെണ്ണ് കിട്ടി അവൻ്റെ ഭാര്യ മകളാകുമ്പം ഇവരും വേസ്റ്റായിട്ടുകൾ തള്ളപ്പെടുകയും കേസുകൾ വരുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതും വിനയത്തെക്കുറവ് ഒരു പ്രശ്നമാണ്, പക്ഷെ അതുപോലെ തുല്യമായ പ്രശ്നം ആളുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അടച്ചു ഭരിക്കുക, എൻ്റെ അമ്മ അപ്പനോട് പെരുമാറിയാൽ മതി, കാലഘട്ടം വരുന്ന മാറ്റം മനസ്സിലാകാതെ പ്രതികരിക്കുന്ന ആണുങ്ങളുണ്ട്. അപ്പനെ റോൾ മോഡലെടുത്ത് അതും പ്രശ്നം. ഈ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ഫെമിനിസ്റ്റ് ആ രീതിയിലുള്ള ആൾക്കാർ കൂടുതലും ഈ കുടുംബ ബന്ധങ്ങളുടെ ആഴങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിന് പകരം കൂടുതലും അതിനെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നതായിട്ട് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ കൂടുതലും ഒരു പ്രശ്നമുണ്ട്. ചില നല്ല കൗൺസിലേഴ്സ് എങ്ങനെയും ഒന്ന് ഒരുമിപ്പിക്കാൻ നോക്കുന്നവരുണ്ട്. ചിലർ അവരുടെ തന്നെ കുടുംബം തകർന്ന പിന്നെ ഇതും കൂടെ ആയിക്കോട്ടെ ആ രീതിയിൽ പെട്ടെന്ന് ചുമ്മാ ലോ പോയിന്റ് മാത്രം കാണും. സ്നേഹവും ബന്ധത്തിന്റെ ആഴമൊന്നും അല്ലാതെ എന്തിനാ അവക്കും 5000 രൂപ ഇവനും 5000 രൂപ, പിന്നെ ഇതിനാ അവള് വിധേയപ്പെടുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അത് എഴുതിയിലാണ് ഒഴിക്കുന്ന പോലെ അടിയും ആഡഡ് ഫ്യൂവലായിട്ട് മാറും. അങ്ങനെയുള്ള കൗൺസിലേഴ്സിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ പറ്റുന്നവരുണ്ട്. അച്ഛൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് അച്ഛൻ എന്താ പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു കുടുംബം പോകേണ്ടത്? ഞാൻ പരമാവധി ഞാൻ കുറച്ച് കാലം പഴക്കമുള്ള ജീവിതാനുഭവം ഉള്ളതുകൊണ്ടേ ഈ പിരിയാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം ചെയ്യും. മാക്സിമം പിന്നെ ചിലത് നമുക്ക് തോന്നും പിരിയുന്ന നല്ലത്, ചിലരെ കുറിച്ച് തോന്നും യോജിപ്പിച്ച് വിടാൻ ചിലപ്പോൾ കൊലപാതകം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പിടിക്കപ്പെടും. കോടതി എഴുതുമ്പോഴൊക്കെ എന്ത് ഗ്യാരണ്ടിയിലാ ഇവരെ കൂട്ടിവിട്ട് നമുക്ക് ചോദ്യം വരുന്നത്. അപ്പം നമ്മളൊരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ പഠിച്ച കൗൺസിലറല്ല ഞാൻ, അനുഭവത്തിൽ ആത്മീയമായിട്ട് കാര്യം ചെയ്യുന്നല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഞാനും ലോ ചെയ്ത. അപ്പം എനിക്ക് ഒത്തിരി അഡ്വക്കേറ്റ്സുമാർ പല ജില്ലകളിലുണ്ട്. അപ്പം ഇവിടുന്ന് വരുന്നു, അവിടുത്തെ എനിക്കറിയാവുന്ന ലീഡിങ് അഡ്വക്കേറ്റിന് ഈ കേസ് തരണി. അപ്പം അവർ അധികം പഞ്ചിക്കാതെ ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്നതായത് എങ്ങനെയും ഒറ്റതല്ലാതെ പരിഹാരം ചെയ്ത് കൊടുക്കും. കോടതി വഴി പോകേണ്ടത് കോടതിക്ക് തിരിച്ചു വിടും. കോടതി കിടക്കുന്നതാണെങ്കിലും പുറത്ത് പരിഹരിക്കാമെങ്കിൽ നമ്മൾ പുറത്ത് പരിഹരിച്ച് കോടതിയെ അറിയിക്കും. ആ രീതിയിലാണ് ചെയ്യുന്നത്. അച്ഛൻ തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടോ വെച്ചാൽ ഇങ്ങനത്തെ രീതിയിൽ? അത് നമ്മൾ ഈ എല്ലാവരും അച്ഛൻ്റെ പ്രശ്നം എന്ന് പറയുമ്പം വലിയ ഒരു മസിൽ പിടിച്ച പ്രസംഗമാണല്ലോ വരിയിൽ പറയുന്നേ. അതിനൊപ്പം അതെന്താ കാര്യം വ്യത്യസ്തമായിട്ട് ഒരു പോപ്പുലർ പ്രസംഗ രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞേ അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈട് പോവും, പിന്നെ അതൊരു കളിതമാശയായിട്ട് മാറും, അതിൻ്റെ ഗൗരവമില്ലായ്മ വരും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പം എന്നാലും നമ്മൾ ഒന്നും പ്രതികരിച്ചില്ല. എന്നായാലും ഇതൊരു എൻ്റെ ഒരു തീരുമാനമല്ലേ, അങ്ങനെ അങ്ങ് തുടർന്നു. തുടങ്ങിയപ്പം ഇങ്ങനെ പറഞ്ഞ പലരും ഈ രീതിയിൽ പ്രസംഗിക്കാൻ പറ്റുമെന്ന് അവർ തന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അവരെ തന്നെ ചില പലതുമൊക്കെ വേണമെന്ന് തോന്നാനും ഒക്കെ പറയാനും ഒക്കെ തുടങ്ങി. ആ രീതിയിൽ പ്രസംഗത്തിന്റെ കേരളത്തിൽ ട്രെൻഡിൽ നീര് വലിയ മാറ്റം വരുത്താൻ പറ്റും. മനുഷ്യൻ അല്ലെ മനുഷ്യൻ ബോറടിക്കും. മനുഷ്യൻ ബോറടിപ്പിക്കാനല്ല, കേൾക്കാൻ താല്പര്യമുള്ള പോലെ പറയണം. അതേ സമയത്ത് മാറ്റം കളയാതെയും പറയണം. ആ രീതി വന്നു. ആദ്യമൊക്കെ ശരിയാകിയെന്ന് പറഞ്ഞവരും പിന്നെ അത് ശരിയാന്ന് പറയാൻ പറഞ്ഞു. ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ഇതേ ശൈലിയിൽ വളരെ ലളിതമായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലേ? മറ്റ് അതൊരു ജാതിയല്ല, എല്ലാ മതങ്ങളിലും ഇതുവേ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എത്രയോ വിളിയാ കുടുംബ സംഗമം അത് പറയാൻ വേണ്ടിയില്ല. അപ്പം അതൊരു അച്ഛൻ്റെ പ്രസംഗം ഒന്നിനേക്കാൾ ഉപരിയായിട്ട് പറയുന്ന മാറ്ററിൻ്റെ താല്പര്യം കൊണ്ടാണല്ലോ വിളിക്കുന്നത്. അപ്പം അത് ശരിക്കും അത് കേരളത്തിൽ വിജയിച്ചു. ശരിക്കും ആനന്ദം എന്താണ്? സന്യാസ ഒരു ഇതിൽ പോകുമ്പോൾ ആനന്ദം എന്ന് പറയുന്ന വാക്കിന് വളരെയധികം പ്രാധാന്യം ഉണ്ടല്ലോ. ഇത് രണ്ടും രണ്ടാണ്. സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. നമ്മൾ ഈ സന്തോഷത്തെ ആനന്ദമായിട്ട് കാണില്ല. ആനന്ദം ലോകം തരുന്നതും
സോറി, സന്തോഷം ലോകം തരുന്നതും ആനന്ദം ദൈവം തരുന്നതുമാണ് വ്യത്യാസം. ഇപ്പം പൊക്കി പറയുമ്പം സന്തോഷം, താഴ്ത്തി പറയുമ്പം സങ്കടം. നല്ല മീൻ കൂട്ടുമ്പോൾ സന്തോഷം, എണ്ണ കനച്ചു പോയാൽ സങ്കടം. പുത്തൻ ഉടുപ്പ് ധരിക്കുമ്പോൾ സന്തോഷം, ആണി കൊണ്ട് കീറിപ്പോയാൽ സങ്കടം. പുത്തൻ ചെരി വിടുമ്പോൾ സന്തോഷം, വണ്ടി പൊട്ടിപ്പോയാൽ സങ്കടം. അത് മാറി മാറിയിരിക്കും. ഈ സന്തോഷം എഴുപതയും. ആനന്ദം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. അത് ആണി അടിച്ചാലും പാരമെടുത്താലും കുത്തുവാക്ക് കേട്ടാലും ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അത് മാറാൻ പറ്റിയല്ല. എന്തു വന്നാലും അതിന് കൂളായിട്ട് വരും. തെറി പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും അത് കൂളായിട്ട് നമ്മളതിനെ എടുക്കും. ആ രീതിയിൽ പോകുന്നതാണ് ആനന്ദം. അപ്പം ആനന്ദമുള്ളവര് തളരുകയില്ല, ആർക്കും പെട്ടെന്ന് അങ്ങനെ കടന്നായിട്ട് പറ്റുകയില്ല. സന്തോഷം ആർക്കും വേണമെങ്കിൽ കെടുത്താം. 2 വാക്ക് പറഞ്ഞാൽ സന്തോഷം കെടുത്താം. ശാശ്വതമല്ല സന്തോഷം എന്നുള്ളതാണ്. ആനന്ദം ശാശ്വതമാണ്. അതാണ് അച്ഛൻ. നല്ല ഈ ഹൈന്ദവ സ്വാമിമാരും ആഴമുള്ളവർ ഇത്ര ശാന്തമായിട്ട് അത് പരിഹരിക്കുന്നതേ. അപ്പം അത് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഹിന്ദുവിലൊക്കെ നല്ല താമസന്മാരായ മനുഷ്യരുണ്ട്. പ്രാർത്ഥനയും ദൈവമാണ് ബന്ധം. അവർക്ക് ചുമ്മാ അവരെ ആർക്കും എളുപ്പത്തിൽ മുറിക്കാൻ പറ്റിയല്ല. അവർക്കൊരു ബേസിക് ആനന്ദമുണ്ട്. അപ്പം ഏത് മതത്തിൻ്റെതാണെങ്കിലും സന്യാസം എന്ന് പറയുമ്പം അത് എത്തിച്ചേരേണ്ട പോയിന്റ് ഒന്ന് തന്നെയാണ്. ഈശ്വരനുള്ള തേടിയുള്ള പ്രയാണമാണല്ലോ. അപ്പം ആ പോയിന്റിലെത്തും. അങ്ങനെ പോയിന്റിലെത്തി കഴിയും പിന്നെ മതങ്ങൾ തമ്മിൽ നിൻ്റേത് ഭേദം എൻ്റേത് ഭേദം എന്ന് പറയുന്നില്ല. അത് പറയുന്നത് ആധ്യാത്മികത ഇല്ലാത്ത സന്യാസിമാരും വൈദികരും മുസ്ലിങ്ങളും ഏത് മധ്യപ്പെട്ടവരും അങ്ങനെയുള്ളവരാ. ശരിക്കും ദൈവത്തെ അനുഭവിച്ചവര് അവർക്ക് ആരോപണമില്ല. അവരവരുടെ ജീവിതം ജീവിക്കും. അതേസമയത്ത് ആരും തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെന്ന് പറയണം. അത് ആധ്യാത്മികതയായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ളതാണ്. തിരുത്തണം. അതേസമയത്ത് തിരുത്തിയിട്ട് എൻ്റേത് മാത്രമേ ശരിയെന്ന് പറയുന്ന രീതി ശരിയില്ല. ഈ സ്ത്രീകൾ ഒരു കുടുംബത്തിൽ പാലിക്കേണ്ട നിഷ്ഠകൾ എന്താണ്? അവരുടെ ഒരു അടുത്തൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എടുക്കേണ്ട മുൻകൈകളോ ചെയ്യേണ്ട ചില രീതികൾ എങ്ങനെയാണ് അവർ ഒരു കുടുംബത്തെ ഒന്നാമത് വൃത്തി നമുക്കറിയാം. നമ്മൾ ഭാരതീയ പാരമ്പര്യത്തിൽ പറയുകയെ അത് മുനിവര്യന്മാരുടെ പ്രബോധനങ്ങളുണ്ട്. 3 ശുദ്ധികളാണ് ജീവിതത്തിൽ. പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി. ഇത് 3മാണ് ശുദ്ധി. ഉപയോഗിക്കുന്ന പാത്രം വൃത്തിയായിരിക്കണം, ഉപയോഗിക്കുന്ന ഐറ്റങ്ങൾ വൃത്തിയായിരിക്കണം, കുളിച്ച് വൃത്തിയുടെ ശരീരത്തോടെ വേണം. അതാണ് പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി. അപ്പം അങ്ങനെയുള്ള ഭക്ഷണം മരുന്നായിട്ട് മാറും. ആ ഭക്ഷണം മരുന്നായിട്ട് മാറും. അപ്പം അത് സ്ത്രീകളിൽ പ്രധാനമായിട്ട് പരിചയവും അടുക്കളയും പാത്രമൊക്കെയുള്ള ആ വൃത്തി അത് പെമ്മക്കളും ആമക്കളും കണ്ടുപഠിക്കണം. ഒന്ന് വൃത്തി. രണ്ടാമത് ഒരു ആധ്യാത്മികത ഒരു പ്രവൃത്തിയല്ല, ഒരു മനോഭാവമാണ്. എന്തിന് ഇപ്പം എന്നാ വന്നാലും ശാന്തമായിട്ട് വേസ്റ്റ് ചെയ്യുന്ന രീതി, ബഹളം എടുത്തിയാട്ടുമില്ല, മക്കൾ ടെൻഷൻ പിടിക്കാണ്ട് തമ്പരാൻ നോക്കിക്കോളും. ആ രീതിയിലുള്ള ഒരു ആധ്യാത്മികതയും വേണം, വൃത്തിയും വേണം. ആ കൂട്ടത്തിൽ നാവിൻ്റെ ഉപയോഗവും. ഈ പ്രാർത്ഥനകൾ കുടുംബത്തിൽ കുറയുന്നതിൻ്റെ ഒക്കെയാണോ കുറേയൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ? ഒരുപാട്. കാരണം അതുകൊണ്ടൊരു ദൈവോന്മുഖമായ ഒരു ജീവിതം ഇല്ലാതെ വരികയും ചുമ്മാ ലോകോന്മുഖമായിട്ട് മനുഷ്യന് മാറുകയും ചെയ്യും. പണ്ട് കാരണന്മാര് ദൈവോന്മുഖമാണ് ജീവിക്കാനായിട്ടാ പഠിപ്പിച്ചത്. ഇപ്പം നമ്മളിപ്പം പറയാറുണ്ട്, ഒരു മനുഷ്യൻ വഴിച്ചയിലൊരു മരത്തിൻ്റെ മുകളിൽ കയറിയത്, ഭാര്യയുടെ സാരിയൊക്കെ പിടിച്ചു, ഞാനിപ്പം തൂങ്ങിച്ചാവും. ആൾക്കാർ മരത്തിന് മുകളിൽ ഓടിക്കൂടി പറഞ്ഞു, അഭിപ്രായം കാണിക്കല്ലേ, ചാകരുത്, തീർന്നു. ബാങ്കിൽ നിന്ന് ഞാനെടുത്ത ലോൺ വീട്ടിലെങ്കിൽ ഞാൻ ചാവും, തൂങ്ങിച്ചാവും. ആൾക്കാർ പിന്നെയും പറഞ്ഞു. എല്ലാവരും നോക്കുന്ന ഇയാൾ സാരി കെട്ടി മരത്തിന് തൂങ്ങിച്ചാരി, ഇയാൾ താഴെ വീണു, നടുപൊടി. അപ്പം എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ആവേശം മൂത്തപ്പം ഈ കഴുത്തേൽ ഈ സാരി കെട്ടിയപ്പം മരുന്ന് കെട്ടാൻ മറന്നുപോയി. അതാണ് താഴെ വീഴാൻ. അപ്പം നമുക്കിനി കഴുത്തേക്കെട്ട് ഭയങ്കര പഠിത്തം, ശമ്പളം, കാശ്, ഡിഗ്രി, എൻട്രൻസ്. പക്ഷെ മരുന്നേ കേട്ടില്ല. പ്രാർത്ഥന, മതഗ്രന്ഥ വായന, ഈശ്വരവിശ്വാസം. പണ്ട് കഴുത്തേക്കെട്ട് കുറവ്, മരുന്നേക്കെട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാളിച്ച ഇന്ന് സമൂഹത്തിൽ നമുക്കിന്ന് കാണാൻ പറ്റും. ഇന്നിപ്പം പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ മെയിനായിട്ട് പറയുന്നത്, എന്തിനാണ് കുടുംബം, എനിക്ക് ഒരു പുരുഷനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും,
ഇത് അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് സമൂഹം മാറുന്നുണ്ട്. ഇങ്ങനത്തെ ചിന്താഗതികൾ ഇപ്പം ശരിക്കും എനിക്കൊന്ന് നമ്മുടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കുടുംബമാണ്. അതിൻ്റെ ഒരു അപജയത്തിന് ഇത് കാരണമാവത്തില്ലേ? നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പൗരസ്ത്യ ദേശങ്ങൾ ഏഷ്യൻ പോകുന്നതിൻ്റെ ബലം കുടുംബബലമാണ്. ഈ അമേരിക്കയും യൂറോപ്പൊക്കെ കാശുണ്ടെങ്കിലും ഒരുപാട് തകരുന്നതിൻ്റെ കാരണം കുടുംബത്തിലെ ബന്ധങ്ങളുടെ ശിഥിലീകരണം. കാശുണ്ട്, ഗോൾഡുണ്ട്, പക്ഷെ വീട് നോക്കിയാൽ എത്ര വീടുണ്ട് ഒരുമിച്ച് നന്നായി ജീവിക്കുന്നതേ. അപ്പം നമുക്ക് കാശില്ല, പഞ്ഞമാണേലും അവരെക്കാൾ സ്ട്രോങ് ആണ് നമ്മൾ. കാരണം കുടുംബത്തിൻ്റെ ഒരു ബലമുണ്ട്. അപ്പം ആ ബലമാണ് സമൂഹത്തിൻ്റെ ബലവും ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പം ഇന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു പോയിന്റ് പോലെ സ്വന്തം ഇഷ്ടവും വികാരത്തിനും ഊന്നൽ. ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ അല്ല, ഞാൻ അതിൻ്റെ കാരണം ഒന്നോ രണ്ടേ ഉള്ളൂ കുടുംബത്തിലെ. അപ്പം അതുകൊണ്ട് ഈ കൊണ്ടും കൊടുത്തും വളർന്ന് പഠിച്ചിട്ടില്ല, എല്ലാം ഞാൻ കേന്ദ്രീകൃതമായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതാണ് ഇതൊരു വലിയ അപകടം. അത് കുടുംബത്തിൻ്റെ ശൈഥില്യത്തിനും ഒത്തിരി കാരണമായിട്ട് മാറുന്നുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊരു വേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നൽ പിന്നീട് വരാനുള്ള കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പം ആരും മക്കളുണ്ട്, അല്ലെ അവരവരുടെ സന്തോഷം ഏകാന്തതയിൽ ഈ ചിന്ത വരും, പിരിയേണ്ടായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്നവർ ഒത്തിരി ഉണ്ട്. ചില പിന്നെ അത് മതി. ഇപ്പം കൂട്ടുകാരികൾ ഇന്നിപ്പോൾ ഒരു IT ഫീൽഡൊക്കെ കാണുമ്പോൾ എല്ലാവരും കാശുള്ളവരും ഒക്കെ ആരുടെ അവതാരിലും ജീവിച്ചെല്ലാം പോവും. അപ്പം പിന്നെ ഇങ്ങനെ പോരെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വിദേശങ്ങളിലുണ്ടെന്നേ ഒത്തിരി എടുത്ത് നല്ല വിധേയത്തോട് കാരണന്മാരെ നോക്കുകയും ശരിക്കും കുഞ്ഞ് അങ്ങനെ നോക്കുന്ന ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്നത് എപ്പോഴും ഈ ഒരു മാവിൽ 100 മാങ്ങ ഉണ്ടെങ്കിലും മനുഷ്യന്റെ കണ്ണ് കേടുപിടിച്ച മാങ്ങായാലേ ചെല്ലുള്ളൂ. 99 നല്ല മാങ്ങയെ നോക്കിയല്ല കേട്. അതെല്ലാവർക്കും അങ്ങനെ. ഇപ്പം വൈദികരെ എടുത്താലും സഭയെ എടുത്താലും സമൂഹത്തെ എടുത്താലും ഏതെങ്കിലും മോശക്കാരുണ്ടോ അത് മാത്രം പ്രൊജക്റ്റ് ചെയ്യും, നല്ലതിൻ്റെ വശം ആരും പറയില്ല. ഇപ്പം വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ ചോദിക്കുകയാണേ. അച്ഛൻ്റെ ഒരു സംഭാഷണത്തിലേ ഒരു സ്ത്രീയെ എല്ലാവരും കാക്കാന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിരുന്നു. ഇപ്പം അത് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളായി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം അതാണ്. അത് കറുപ്പത്രമായപ്പോഴത്തേക്ക് കരിങ്കാക്ക പറഞ്ഞ പേര് വിളിച്ചതിനെ കളിയാക്കുന്ന. ഇപ്പൊ ഈയിടെ ഒരു ഇതുണ്ടായല്ലോ, ഒരു നർത്തകയായിട്ട് ഒരുപാട് പക്ഷെ ഇപ്പം കറക്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര നമ്മളിപ്പം നമ്മുടെ വണ്ണം, ഫിഗർ, ഷേപ്പ്, കളറൊക്കെ നമ്മളുണ്ടാക്കുന്നതല്ലോ. നമ്മുടെ വീടോ നമ്മുടെ പേരൻസോ ഒന്നും നമ്മളെടുക്കുന്നതല്ല. ഹൈഡഗർ എന്ന ഒരു ചിന്തകൻ പറയാറുണ്ട്, മനുഷ്യൻ എറിയപ്പെട്ട കല്ല് പോലെയാണ്. എല്ലാവരും എറിയപ്പെട്ട കല്ലാണ്. ഒരു കല്ല് വലിച്ചെറിയുന്നു, അത് സ്ഥലത്ത് ചെന്നാണ് വീഴും. അതുപോലെ എറിയപ്പെട്ട കല്ല് പോലെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ട് ഒരു വീട്ടിൽ ഞാൻ പിറന്നു. ഞാൻ സ്വയം പറന്നു പോയി എടുത്തതല്ല. വീട്ടുപേര്, എൻ്റെ ശരീരം, ഇതെല്ലാം നൽകപ്പെട്ടത് നമുക്കിതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ യാതൊരു, നമ്മൾ ചെയ്യുന്ന സ്വഭാവ ദൂഷ്യമാണെങ്കിൽ പറയാം, അത് നമ്മൾ ചെയ്യുന്നതാണ്. അച്ഛാ, പുതിയ തലമുറയിലെ കുട്ടികളോട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരോട് അല്ലെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ചവരോട് അച്ഛൻ എന്താണ് ശരിക്കും അവരുടെ അവർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിലും പിന്നീട് കൂടുതലും നമ്മൾ കാണുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം ഈ വികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുക, വിവേകത്തിന് ഊന്നൽ കൊടുക്കാറില്ല. അപ്പം വികാരത്തിന് ഊന്നൽ കൊടുത്താൽ കൊച്ചു കൊച്ചു കാര്യം വരുമ്പം പൊട്ടിത്തെറിയും. വിവേകമാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അവൾ പെരുമാറും, അവളുടെ സ്വഭാവം മനസ്സിലാക്കി ഭർത്താവ് പെരുമാറും. നമ്മൾ ചിലപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നും രണ്ടുപേരുടെ പോകുന്ന കണ്ടാൽ പുറത്ത് മാലാകയും പെങ്ങളും പോലെ, പക്ഷെ പെരുകെ ചെല്ലുമ്പം പിശാചും മോളും പോലെ. കാണുന്ന പോലല്ല. ഈ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് 60 വയസ്സുള്ള ഭർത്താവും ഭാര്യയും കൂടെ ടൗണിലേക്ക് നടന്നു പോകുമ്പം ഭർത്താവ് ഇടതുകൈ ഭാര്യയുടെ വലയുടെ കക്ഷത്തിലിട്ടിട്ട് W പോലെ പിടിച്ചു. പഴകര ഈ പ്രായത്തിൽ എന്തൊരു മുടിഞ്ഞ പ്രേമം. പിന്നെ പ്രേമമൊന്നുമില്ല, എനിക്ക് ഇവിടെ അറിയത്തുള്ളൂ. കയ്യേന്ന് വിട്ടാലും ഇവിടെ ഷോപ്പിങ്ങിൽ ഓടി പോകും വെച്ചിരിക്കുന്നതാണ്. ഇത് ജീവിതത്തിലെ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് പരസ്പരം നമുക്കെന്തൊരു ധാരണ. വികാരം മാറ്റി വിവേകമുള്ളവരായിട്ട് ജീവിക്കാനും
അതാണ് കുട്ടികളോടൊക്കെ പറയാനുള്ളത്. അപ്പം അത് എന്ത് ചെയ്യണം, കല്യാണം കഴിയുന്ന ചെറുപ്പക്കാർ റോൾ മോഡലായ സീനിയേഴ്സിന് ഒരു ഫാമിലിയെ കണ്ടുപിടിക്കണം. നന്നായിട്ട് ജീവിക്കുന്ന ഒരു ഭർത്താവിനെയും ഭാര്യയും കണ്ടുപിടിച്ച് ആ ഭാര്യ ആ സ്ത്രീയോടും കെട്ടിയവൻ ആ ഭർത്താവിനോടും ചോദിക്കണം, നിങ്ങൾ എങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ ചില ഗൈഡൻസ് ഒക്കെ മേടിച്ച് ശ്രദ്ധാപൂർവ്വം പോയാൽ പതറാതെ നിൽക്കും. ഇല്ലെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു വലിയ ഉപയോഗം കൂടുതൽ ഇപ്പോൾ പുതിയ തലമുറയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ അതിനൊരു നേരായ വഴിയിലേക്ക് അവർ നയിക്കാത്തതും ഈ ഡൈവേഴ്സും ഒക്കെ വലിയ ഒരു കാരണമാണോ? അതെയോ? അത് നമുക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റില്ല. കാരണം കുടുംബങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെയും ഈ ജീവിക്കുന്ന സുഹൃത്തുക്കളുടെ ലോകമുണ്ടല്ലോ, അതാണ് ഒത്തിരി. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, സ്വഭാവത്തിന് ഒരു ഭാഗം കൂട്ടുകാരിൽ. അപ്പം ഈ മയക്കുമരുന്ന്, പുകവലി, മദ്യപാനം, ഈ മോശമായ പെരുമാറ്റമൊക്കെ കൂട്ടുകാർ സമ്മാനിക്കുന്ന, അപ്പനും അമ്മയും കൊടുക്കുന്നതല്ല. അവരെ എല്ലാം നന്മയും പ്രതീക്ഷ പഠിക്കാനൊക്കെ വിടുന്നു. പക്ഷെ ഇങ്ങനെ വന്നു പോന്ന പിന്നെ ഒരു പാളിച്ച ചെറിയ തെറ്റ് കാണുമ്പോൾ തിരുത്തുകയല്ല, സ്വന്തം മോനല്ലേ മോളല്ലേ, അങ്ങനെ വിഴുങ്ങി വിട്ടാൽ വലിയ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാം. അതാണ് പ്രശ്നം. ഈ സംസ്കാരം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് നാളായിട്ടോ മലയാള സിനിമയിലോ അല്ലെങ്കിലോ കുറച്ച് ആൾക്കാർ വളരെ ശക്തമായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സംസ്കാരം എന്ന് പറയുന്നത് എന്തോ മോശമായിട്ടുള്ള ഒരു പദമാണ്, അല്ലെങ്കിൽ ഈ തെറി പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമല്ല, ഇതിനിപ്പോൾ എന്നാ കുഴപ്പം, ഈ തോന്നിവാസങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്നതല്ലേ. സംസ്കാരം എന്ന് പറയുന്നവനെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പണ്ട് നമ്മൾ മോശം വാക്കുകളെന്ന് പറയുന്നതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ വളരെ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്ത് സംസ്കാരം എന്ന് ചോദിക്കുന്നവരെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എന്തായിരിക്കും അപ്പോൾ ഈ സംസ്കാരവും നല്ല സംസ്കാരം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പൊരുൾ? അതിപ്പം കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ പേട്ടുമാങ്ങ പോലെ കുറേ എണ്ണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ. 90% അങ്ങനെയുള്ളവരൊന്നുമല്ല. എല്ലാവരും അവൻ്റെ മൂല്യം പിടിക്കുന്നവർ തന്നെയാണ്. ഈ അലമ്പുന്ന കുറേ കക്ഷികളെ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഇവരെ ആണ് കൂടുതൽ ആൾക്കാരെ സ്വാധീനിക്കാൻ. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും നല്ല കൾച്ചറുള്ള പിള്ളേരിലൊന്നും ബാധിക്കുന്നൊന്നുമില്ല. നമ്മൾ ഇതുവരെ കാണുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കുറേ പേര് എപ്പോഴും എല്ലാ കാലത്തും ഉണ്ട്. അത് പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട്. അന്ന് മീഡിയ ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല, ഇതുള്ളതുകൊണ്ട് അറിയുന്നുള്ളതേ ഉള്ളൂ. അതെന്ന് വെച്ചാലും വേറൊരു കൂട്ടര് ഒരു ബേസിക് ഫ്ലോയിൽ പോകുന്നവരുണ്ട്. അവരൊന്നും ഒട്ടും ബാധിക്കത്തില്ല. പിന്നെ അതല്ല ഇതല്ലേ അങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറയുന്നത് പെണ്ണോട് വേണ്ടി തന്നെ കുഴപ്പം. തീരി പറയുന്നതിൻ്റെ ഭാര്യയെ ഒരുത്തൂടെ പോയാലും അന്നേരം സംസ്കാരം അവിടെ പോയി. ഇതെല്ലാം തന്നെ തൊടുമ്പം എല്ലാവർക്കും പൊള്ളുന്നുള്ളൂ. ഈ തീയതി ഇങ്ങനെ സ്ത്രീ വിമോചനം ഇതെല്ലാം പബ്ലിക്കായിട്ട് അടിച്ചു വിടും. സ്വന്തം കാര്യം വരുമ്പോൾ ഇതൊന്നും അല്ല സത്യം. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ കുറേ നാളുണ്ട് പിന്നെ ഇല്ല. ഇത് ഈ മൂവ്മെന്റ് ചത്തുവന്നതിന്റെ കാരണം അതാണ്. അത് നിലനിൽപ്പില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു തീയതി അങ്ങ് പറഞ്ഞേച്ച്. ഇപ്പൊ ഞാൻ പറയാണ്, 4 ഫ്രിഡ്ജ് ഉള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. അച്ഛൻ മോളെ 3 TV ആണ്. അയ്യോ അച്ഛൻ മോളെ. ഞാൻ പറയാ 2 പാൻസ് ഉള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. എന്നാ പറഞ്ഞ അച്ഛനാന്ന് പറയും. അല്ല അവനെ തൊടുന്നു അന്നേരം. ഈ ഈസ്റ്റർ ആണല്ലോ വരാൻ പോകുന്നത് വെച്ചാൽ, എന്താണ് ഈസ്റ്ററിൻ്റെ ഒരു സന്ദേശം? എനിക്ക് എപ്പോഴും ഒരു സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു മുട്ടയും മുയലും ഒക്കെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാം. ഇതിൻ്റെയൊക്കെ ഒരു ബന്ധം പലർക്കും അറിയത്തില്ല. ഇതൊക്കെ മനുഷ്യന്റെ ഭാവന ഉണ്ടാക്കിയെന്നുള്ളൂ. അതൊന്നും ഹിസ്റ്റോറിക്കലി ഇഷ്ടമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഈ മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വരുമല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ കല്ലറയിൽ നിന്നും മനുഷ്യൻ ഉയർന്നു പുറത്തേക്ക് വരും. അതിന് പിന്നാണ് ഈസ്റ്റർ എഗ് ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ട്. പിന്നെ മുയലക്കാരോട് ചേർത്ത് വെച്ചുള്ള നമുക്കതിനൊന്നും ഒരു പ്രത്യേക സമവാക്യാനൊന്നുമില്ല. ഈസ്റ്ററിൻ്റെ മെസ്സേജ്, ബേസിക് മെസ്സേജ് ഇതാണ്: സത്യം ആണ് നമ്മുടെ ഭാഗത്തെ. താൽക്കാലിക പരാജയം വന്നാലും 3ാം പൊക്കം സത്യം ഉയർത്തേക്കും. ഏത് കള്ളത്തരത്തിനും ഏത് നുണയ്ക്കും 3 ദിവസത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. 3ാം ദിവസം സത്യം പുറത്ത് വരും. അതാണ് ഈസ്റ്റർ. ചാട്ടി അടിച്ചു, കുരിശിൽ വധിച്ചു, കല്ലറയിട്ടു. പക്ഷെ 3ാം പൊക്കം കല്ലറയിൽ നിന്നും ഉയർന്നു. നമ്മളൊക്കെ ഒരു പൊതുവായൊരു മൂല്യം സത്യത്തിന് വേണ്ടി നിൽക്കുക.
സത്യം പ്രവർത്തിക്കുക. താൽക്കാലിക പരാജയമോ ആരോപണം വന്നാലും തളരണ്ട, അവസാനം സത്യമേ വിജയിക്കൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ പൊരുള് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മൂല്യങ്ങളും ഇതൊക്കെ മുറുകെ പിടിച്ച് പോകുമ്പം പ്രൊട്ടക്ഷനായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ നീതിയും സത്യവും പ്രവർത്തിക്കുമ്പം നമ്മൾ ഭാഗത്ത് ദൈവികയുടെ മൂല്യമാണല്ലോ, അതുള്ള കാലത്തോടും ആ ദൈവം ഒരു ചെറിയ കീഴിൽ നമ്മളെ കാത്തോളും എന്നുള്ളതിന് ഉറപ്പാണ്. അത് എല്ലാ മതങ്ങളിലും ഉണ്ട് ആ ഒരു ചിന്താഗതി. ഒരു വലിയ ഒരു ശിഥിലീകരണം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കേരള സമൂഹത്തിലെ അതിനെ ശക്തമായിട്ട് വീണ്ടും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അത് കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒരുമിപ്പിക്കാനും ഒരു നിയോഗം പോലെ എന്ന് പറഞ്ഞാൽ അവതാരമെടുത്തു അല്ലെങ്കിൽ പിറവിയെടുത്തു എന്നുള്ള രീതിയിൽ അച്ഛന് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ഛന് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് ചിരിപ്പിക്കാനും ഒരുപാട് ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ അച്ഛന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവം അനുഗ്രഹിക്കും. ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെ. സന്തോഷം.